നമ്മുടെ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നില്ലാത്ത ടിക്കറ്റ് ക്യാൻസൽ ആയിക്കാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആന്റി ഉണ്ടല്ലോ, ആ ആന്റി നമുക്ക് ഫുഡ് തന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. ദൂത് സാഗർ വാട്ടർഫോൾ കാണാനായിട്ടാണ് നമ്മൾ ഈ ട്രെയിൻ ചൂസ് ചെയ്തത്. ക്രേസാണ് ദൂത് സാഗർ വാട്ടർഫോൾ. എന്തോ നിങ്ങൾ എന്റെ മോനെ നോക്കി. അപ്പം ഞാനിപ്പോൾ S5 കയറി നിൽക്കുകയാണ്. ഞാനൊരു ടിറ്റിയോട് സംസാരിച്ചു, എന്തായാലും S5 വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. ഫുള്ളാണ്, ഇത് ആക്ച്വലി ഫുള്ളാണ്. RAC ആയിട്ടാണ് പോകുന്നത്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എനിക്ക് ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും സാറിന് സംസാരിക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വാഷ് ബേസിനൊക്കെ വരുന്നത് ബാത്റൂമൊക്കെ ക്ലീനാണ്. സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നോട് ജനറൽ എടുത്തോന്ന് ചോദിച്ചാൽ ഞാൻ ജനറൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കാം. പിന്നെ ഈ സ്റ്റേഷൻ ഉണ്ടല്ലോ, പഴയ സ്റ്റേഷനാണ്. 2-3 ടീറ്റിമാരെ കണ്ടു. അവർ പറയുന്നത് സീറ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡ് എ സിയിലാണ് ഉള്ളത് എന്നാണ്. സെക്കൻഡ് എ സിയിലാണെങ്കിൽ നല്ല ചാർജുമാണ്. എന്തായാലും ലോക്കലിൽ പോകാനായിട്ട് പറ്റില്ല. അപ്പം സെക്കൻഡ് എ സിയെങ്കിൽ സെക്കൻഡ് എ സി, വേറെ വഴിയില്ല. പൈസ ഉണ്ടാക്കണം. നോക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഇരിപ്പുണ്ട്. ഇനി അവർ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും എഴുതി കൊടുത്ത സീറ്റ് തീരുമെന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ. ഞാനിവിടെ ഇവിടെയുള്ള ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴത്തേക്കും M3 അവരെല്ലാവരും ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ S8 വന്നിരിക്കുക. അതിനപ്പുറത്ത് AC ആണ്. സെക്കൻഡ് AC മുന്നേ. അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ് ഇവിടെ വാസ്കോഡ ഗാമയിൽ വണ്ടി എടുത്തേക്കാണേ. ഞാനിവിടെ രണ്ടും കൽപ്പിച്ചിരിപ്പുണ്ട്. ഈ സൈഡിലിരിക്കുക അല്ലേ, ഈ സൈഡിലിരിക്കുക. ടി വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവിടെ മൊത്തം കാലിടും. ഇവിടെ ഗോവ ആകുമ്പോഴത്തേക്കും ഫുള്ളാവും. ഈ ഭാഗം ഗോവ ആകുമ്പോഴത്തേക്കും ഫുള്ളാവും. നമ്മൾ വാസ്കോയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വേളാങ്കണ്ണിക്ക് പോവാണ്. ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ വഴിയാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത്. അതും ദൂത് സാഗർ വാട്ടർഫോൾ കാണാനായിട്ടാണ് നമ്മൾ ഈ ട്രെയിൻ ചൂസ് ചെയ്തത്. നമുക്ക് ഗോവയിൽ നിന്ന് വേളാങ്കണ്ണിയിൽ ദൂത് സാഗർ വാട്ടർഫോളിൽ ആ ഒരു റൂട്ട് പോകുന്ന ഒരു ട്രെയിനാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രെയിൻ ആക്ച്വലി കവർ ചെയ്യാൻ തന്നെ കാരണം. ഈ ട്രെയിനെ പറ്റി നോക്കിയപ്പോൾ അധികം ആരും അങ്ങനെ കവർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അഭിഭക്തം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ആരും ചെയ്തിട്ടില്ല. പിന്നെ ഇത് LHB കോച്ച് ആക്കിയായിരുന്നു. നേരത്തെ മറ്റേ കോച്ചായിരുന്നു. ഇപ്പോൾ 1 ഇയർ നിയർ ബൈ ആവുന്നു LHB കോച്ച് ആക്കിയിട്ട്. കേരളമല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ബാക്കിലാണ്. ഫ്രണ്ടിൽ AC കോച്ചസ് ആണ്. സെക്കൻഡ് AC, തേർഡ് AC എക്കണോമി ആണ് ഈ. പിന്നെ സ്ലീപ്പർ 8 കോച്ചസ് ആണ് വരുന്നത്. പിന്നെ ജനറലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ജനറൽ ടിക്കറ്റ് ഇവിടുന്ന് വേളാങ്കണ്ണിക്ക് 325 രൂപയും സ്ലീപ്പർ ടിക്കറ്റ് 550 രൂപയാണ് വരുന്നത് ഒരാൾക്ക് വരുന്നത്. ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പുറത്തെ എയർപോർട്ടാണ്. ഞാനൊരു ഫ്ലൈറ്റ് പോകുന്ന കണ്ടായിരുന്നു. അപ്പം അപ്പുറത്തെ എയർപോർട്ടാണ് വരുന്നത്. അവിടെ എയർപോർട്ടാണേ. ഓ, നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. എനിക്ക് പേടി വരുന്നു. ചെറിയൊരു മഴക്കാറൊക്കെ പോകുന്നുണ്ട്. അപ്പം അധികം ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. പള്ളിയുണ്ടോ? ഇനിയാണ് നമ്മുടെ കാഴ്ച തുടങ്ങുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തോ നിങ്ങൾ എന്റെ മോനെ നോക്കി. എനിക്ക് പേടി വരുന്നു. എൻ്റെ ഫോൺ ഇങ്ങനെ ഇച്ചിരി ഓവർ തിങ്കിങ്ങും പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. കണ്ടോ? നോക്ക്. അടിപൊളി കടലിന്റെ മോനെ നോക്ക്. ഓ, എനിക്ക് കാണണമെന്നുണ്ട്, വീഡിയോ എടുക്കണമെന്നുണ്ട്. ഓ, വീട് കണ്ടോ? ട്രെയിനിന്റെ ഫസ്റ്റ് ഹോൾട്ടായ മഡ്ഗാവിലെത്തി. ഗോവ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ ഫുൾ ആള് കയറാനുണ്ട്. TT ആണെങ്കിൽ ഒരു TT വന്നിട്ട് പറഞ്ഞു സാറ് വരും സംസാരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് ഇത് പോവുള്ളൂ. കണ്ടോ ആള് കണ്ടോ കയറാനുള്ള. ഇവിടെ ടോട്ടൽ 5 മിനിറ്റ് ആണ് ഈ ഒരു ട്രെയിനിന് ഹോൾട്ട് വരുന്നത്. ഗോവയിൽ ഏകദേശം എല്ലാ ട്രെയിനും ഒരു 5 മിനിറ്റ് ഹോൾട്ട് വരുന്നുണ്ട്. 22 മിനിറ്റ് ഡിലേയോട് കൂടിയാണ് നമ്മുടെ ഈ ട്രെയിൻ
ഇവിടെ വന്നേക്കുന്നത്. ഇതുവരെ വന്നില്ല, ഇവിടെ ആള് വന്നെന്നും തോന്നുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് സർവദാം ചേർച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പാണ്. ഇപ്പം ഇപ്പം AC-യിലുണ്ട്. ഞാൻ പോയി കണ്ടിരുന്നു, അപ്പോൾ ഫുള്ളാന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ ഇരിക്കുക. ഞാൻ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ടിക്കറ്റ് ഫുൾ ചാർട്ടായി കഴിഞ്ഞാൽ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നറിയുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കാണ് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. കയ്യിൽ പൈസ കുറവാണ്, അപ്പോൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. ഹിൽ സൈഡ് ഏരിയ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നല്ല കിടിലം കാലാവസ്ഥ. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 10-15 രൂപ ആയിരിക്കും വിചാരിച്ച് സമോസ പോയപ്പം റേറ്റ് ഒന്ന് ചോദിച്ചു. ചേട്ടാ എങ്ങനെയാ സമോസ അല്ല, അത് ഞാൻ വടപ്പാവാണ് ചോദിച്ചത്. അപ്പം 80 രൂപയത്. ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി, ഒരെണ്ണമായിട്ട് തരത്തില്ല, 2 എണ്ണം വാങ്ങണമെന്ന്. 2 എണ്ണത്തിന് 80. ഓക്കെ അത് പോട്ടെ എന്നാ പറഞ്ഞ സമോസ ഉണ്ട്. സമോസ അല്ല, ഞാൻ പറഞ്ഞു സമോസ എത്ര? ഒരെണ്ണം 30 രൂപയാണ്. ഞാൻ ചോദിച്ചു ചേട്ടൻ കൂടുതലായിട്ട് തോന്നില്ല? കൂടുതലായിട്ട് തോന്നില്ല, 3 എണ്ണം എടുക്കുമായിരുന്നെങ്കിൽ 70 രൂപയ്ക്ക് തരാറുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട പൊക്കോ. നെക്സ്റ്റ് സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇതാണ് ആ സ്റ്റേഷൻ. വിചാരിച്ചു ഇതല്ലാതെ, കാരണം നമുക്ക് വേർ ഈസ് മൈ ട്രെയിനിൽ കാണിച്ച പേരും ഇവിടെ കാണിക്കുന്ന പേരും ഡിഫറെൻ്റ് ആയിരുന്നു. ഈ സ്റ്റേഷൻ്റെ പേരെന്താന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇനിയിപ്പോൾ ഇവിടുന്ന് വിടുമ്പോഴത്തേക്ക് പറയാം. ഇവിടുന്ന് ഇപ്പോൾ ആളൊന്നും കയറിയിട്ടില്ല. ചീറ്റി AC-യിൽ ചില്ലടിക്കാന്ന് തോന്നുന്നു. പുള്ളിയോട് നമ്മൾ പോയി ചോദിക്കും. പുള്ളി പറഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നു. അത് കറക്റ്റാണ്, കാരണം പുള്ളീനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളി ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി പുള്ളീനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല ചാട്ട പുള്ളി ഇതായി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതും ഇവിടുന്ന് കയറുന്നുണ്ടോ ഇല്ലയോ, എവിടുന്ന് ഇനിയും വേറെ എവിടെ നിന്നും കയറുമോ, അത് മാറ്റിയായിരുന്നു. നമ്മൾ ബോർഡിംഗ് പോയിന്റിൽ നിന്ന് തന്നെ കയറണം, അല്ലെങ്കിൽ ഒരു വട്ടം നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഇനി ചേഞ്ച് ചെയ്തിട്ടാലും കയറാനുണ്ടോ അതൊക്കെ അറിയണമല്ലോ. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ പേര് വരുന്നത്. റെയിൽവേയിൽ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ദൂദ്സാഗർ വാട്ടർഫോളും. അതല്ലാതെ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് അത്രയും ഭംഗി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഓൾവേസ് ഭംഗിയാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റില് ആള് ഹുബലിന്നാ വരുന്നതെന്നാ പറഞ്ഞത്. ബാക്കി ഞാൻ എഴുതിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സീറ്റിൽ ഇവിടെ എപ്പോൾ ഉണ്ട്. റേഞ്ച് ഇല്ല കേട്ടോ, റേഞ്ച് ഇല്ലാത്ത പ്ലേസ് ആണ്. കുലം എത്തിയാൽ കുലമിന് ശേഷം ദൂദ്സാഗറാണ്. കുലം എത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫോൾ വരുന്നത്. കുഞ്ഞീരിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേഷൻ്റെ. ഫ്രണ്ട് കണ്ടോ ഗൈസ്, നമ്മുടെ പ്രിഡേറ്ററിനെയോ ഏതോ ഒരു ജീവിനൊക്കെ പോലെ ഉണ്ട് ഇംഗ്ലീഷ് മൂവീസിലെ. കുലം റെയിൽവേ സ്റ്റേഷനിൽ 5 മിനിറ്റ് ആണ് ഹോൾട്ട് വരുന്നത് കേട്ടോ. കുലത്തിലും 5 മിനിറ്റ് ആണ്, അതേപോലെ കാസൽ റോക്കിലും 5 മിനിറ്റ് ആണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ലോണ്ട ജംഗ്ഷൻ ആണ്. ലോണ്ട ജംഗ്ഷനിൽ 2 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ വണ്ടി എടുക്കാറായിട്ടുണ്ട്. ഇവിടെ വണ്ടി ഇവിടുന്ന് എടുത്തു. ഇതിന് ശേഷം ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ വരും. അതിനുശേഷം ദൂദ്സാഗർ വാട്ടർഫോൾ. നമ്മളിപ്പോ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. വാട്ടർഫോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ജനലിന്റെ കഥവിൻ്റെ അവിടെ നിൽപ്പുണ്ട്. വെള്ളത്തിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ഉണങ്ങി കിടക്കുകയാണ്. അവിടെ റോഡുണ്ട്, നോക്കി വണ്ടി ഓടണ്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് കണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇപ്പം നല്ല കിട്ടിലും വെയിലാണ്. ടണലിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. ഈ ടണലിന് ശേഷമാണോ ദൈവമേ വീഡിയോയിൽ കാണാൻ പറ്റും തോന്നുന്നില്ല. നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫോളിന് മുമ്പായിട്ടുള്ളൊരു ചെറിയ സ്റ്റേഷനാണ് ഇത്. വളഞ്ഞാണ് പോകുന്നത്. നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നറിയില്ല. ഞാൻ ഇവിടെ ഇരുന്നവരോട് ജസ്റ്റ് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിക്കുമോ, ഞാൻ ഇവിടെ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഇരിക്കാൻ സമ്മതിച്ചു കേട്ടോ. അത് ഇതാണ് ആ ചെറിയ സ്റ്റേഷൻ. ഇവിടെ അങ്ങനെ സ്റ്റോപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു വണ്ടി, ഒരു ബോഗി മറിഞ്ഞ് കിടക്കുന്ന കണ്ടായിരുന്നു. ഇതാണ്. ഇതിന് ശേഷം ദൂദ്സാഗറാണേ. ദൂദ്സാഗർ ആ സൈഡിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല കഴിച്ച. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് ഞാൻ ഒരു ഇതിൽ നിൽക്കുന്നത്. എൻ്റെ മോനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആകും.
നമുക്ക് ചെറുത് കിട്ടിയിട്ടുണ്ട്. ചെറിയ എപ്പോഴും ഇത് കണ്ട ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഈ വരുന്ന തന്നതിന് ശേഷം ദൂദ്സാഗർ തന്നെയാണ്. ദൂദ്സാഗർ വാട്ടർഫോൾ ഈസ് ഹിയർ. വെള്ളം കുറവാണെങ്കിലും അതിന്റെ ബ്യൂട്ടി അടിപൊളിയായിരുന്നു. എനിക്കിത് എത്ര കണ്ടാലും മതി വരില്ല. എനിക്ക് അമ്മാതിരി ക്രേസാണ് ദൂദ്സാഗർ വാട്ടർഫോൾ. ഓ അടിപൊളിയായിരുന്നു. എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഫോണിൽ കൂടെ കണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെ കാസൽ റോക്ക് ആണ്. ഒരു കൂട്ട വന്ന് കയറി. അതുപോലെ ഒരു സാധനം കൂടെ ഞാൻ പരിചയപ്പെടുത്താനാണ് വരുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്. നമ്മുടെ ട്രാവൽ എസൻഷ്യയുടെ റെയിൽ ഹൈജീൻ കിറ്റാണ് ഇത്. നമ്മൾ ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഹൈജീൻ്റെ കാര്യങ്ങളും ബാക്കി അല്ലാതെ കുറേ നമുക്ക് ട്രാവൽ എസെൻഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 149 രൂപയാണ്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് പേപ്പറാണ്. ഇതാണ് സാധനം വരുന്നത്. ഇവിടെ ഒരു കേക്ക് വരുന്നുണ്ട്. ആ കേക്ക് കളിക്കാനായിട്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊരു താങ്ക് യു കാർഡ് ഉണ്ട്. സ്പെഷ്യൽ നമുക്ക് ഫസ്റ്റ് ഇതിലൊരു വെൽക്കം 31st ഓഫ് കാര്യങ്ങളൊക്കെ തരുന്നൊരു താങ്ക് യു കാർഡ് ഉണ്ട്. ബാഗ് വരുന്നുണ്ട്. ഇതാണ് ചെറിയൊരു ബാഗ് വരുന്നത്. ചെറിയ ബാഗ് വരുന്നുണ്ട്. ഒരു മാസ്ക് വരുന്നുണ്ട്. 2 വെറ്റ് വൈപ്സ് വരുന്നുണ്ട്. ഏറ്റവും വേണ്ടൊരു സാധനം പേപ്പർ സോപ്പ്. ഇത് പണ്ട് എൻ്റെ അമ്മ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായ സോപ്പ്. നല്ല മണമുണ്ട് കേട്ടോ. നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പ്രീമിയം വെറ്റ് ടവലാണ് ഇത്. കുറച്ച് സാനിറ്റൈസേഴ്സ് ഉണ്ട്. 5 സാനിറ്റൈസേഴ്സ് വരുന്നുണ്ട്. ടോയ്ലറ്റ് കവർ വരുന്നുണ്ട്. കട്ട്ലറി കിറ്റ് വരുന്നുണ്ട്. അതൊരു ഡെന്റൽ കിറ്റും കൂടെ ഉണ്ട്. 2 ഗെയിംസ് വരുന്നുണ്ട്. ഒന്ന് ലുഡോയാണ്, ഒന്ന് ഇതെന്താണ് സ്നേക്ക് ലാഡർ പോലൊരു പരിപാടിയാണ്. ഇതിനകത്ത് ഡൈസ് ഉണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്തേക്കാം. വന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇത് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ടാഗ് ചെയ്തേക്കാം. അതിൽ പോയൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും. ഡെലിവറിയും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് അവർ പറഞ്ഞുതരും. അപ്പോൾ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇപ്പോൾ ഗോവ ബൗണ്ടറി എൻഡായി. നമ്മളത് കർണാടക ബൗണ്ടറിയിലോട്ട് കയറി. വാട്ടർ പാലം, വെള്ളമില്ലാത്ത പാലം. മഴ സമയത്ത് ഇതുവഴി പോവാണെങ്കിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഈ സൈഡിൽ കൂടെ. മഴ സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യണം ഈ ഒരു റൂട്ട്. ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ വെയിലുണ്ടെങ്കിലും ഇന്നലെ നമ്മൾ അനുഭവിച്ച ആ ഒരു ചൂട് ഉഷ്ണം ഉണ്ടല്ലോ, അതില്ല കേട്ടോ. ഒരു ചെറിയൊരു തണുത്ത കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂടധികം എടുക്കണില്ല. ഒരു നല്ലൊരു ഇതിലാണ് പോകുന്നത്. പക്ഷേ ഇതിപ്പം മല കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറും. ഇതിപ്പോൾ നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ദൂദ്സാഗർ വാട്ടർഫോളിൻ്റെ ഒക്കെ ആ ഒരു ഇതിലും. പിന്നെ അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇറങ്ങാറായിട്ടില്ല, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇറങ്ങുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. ഇന്നലെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് ആ ഒരു അതിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. ഹുബല്ലി വരെ നമുക്ക് ഉറങ്ങാനുള്ളൊരു സമയമുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിയാൽ കുറേ അധികം സീനറീസ് മിസ്സാവുമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. നമ്മൾ കാസൽ റോക്ക് എത്തിയിരിക്കുന്നു. അപ്പുറത്താണ് സ്റ്റേഷൻ വരുന്നത്. ആ ഭാഗത്താണ് സ്റ്റേഷൻ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെറുതായിട്ട് വണ്ടി വിട്ടതിന് ശേഷം ഒന്ന് ഉറങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ 1:30 അത്യാവശ്യം തിരക്കേട്ടില്ലാതെ കിടന്ന് ഉറങ്ങി. ധാർവാഡ് എന്ന് പറയുന്ന സ്ഥലമായി. അടുത്ത സ്റ്റേഷൻ ഹുബ്ലിയാണ്. ധാർവാഡ് കഴിഞ്ഞു. ഇതാണ് ധാർവാദാണ് സ്റ്റേഷൻ. 2:35 ആകുമ്പം ഹുബ്ലിയിലെത്തും. ഇപ്പം 7 മിനിറ്റ് ലേറ്റോടുകൂടെയാണ് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ധാർവാദിൽ ആക്ച്വലി 2 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. പക്ഷെ വന്നിട്ട് കുറേ നേരമായി. ഇതുവരെ വണ്ടി വിട്ടില്ല. അപ്പുറത്തൊരു വന്ദേ ഭാരത് വന്നിട്ട് പോയി. പക്ഷെ ഇപ്പോൾ വണ്ടി എടുക്കാൻ യാതൊരു മൈൻഡിൽ നമ്മുടെ PT ഭാരത് രണ്ടുപേരും ഇരിപ്പുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ ഇതിൻ്റെ ഉടമകൾ വരും. ഈ സീറ്റിൻ്റെ ഉടമകൾ വരും. നമുക്ക് ഇതുവരെ പുള്ളി സീറ്റ് തന്നില്ല. വരുന്നവരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ എഴുതില്ല. 20 മിനിറ്റ് ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന ഈ ട്രെയിൻ 2:35 ആകുമ്പോഴാണ് ഹുബലിയിൽ എത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ 2:07 ആകുമ്പോഴത്തേക്ക് ഹുബലിയിലെത്തും. ഒരു ഡിലേ ഇല്ല. ഏർലിയാണ്. ഇപ്പോൾ 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഹുബലി റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട്.
ഞാനിപ്പോൾ ടി പോയി കണ്ടായിരുന്നു. ആക്ച്വലി മുമ്പ് ടി പറഞ്ഞില്ലായിരുന്നോ ഹുബലിയിൽ എഴുതി തരാന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല പുള്ളി ഉദ്ദേശിച്ചത് ഹുബലി വരെ ഉള്ളൂ. ഹുബലി കഴിയുമ്പോഴത്തേക്കും വേറെ ടി വരും, ബാക്കി ടി നോക്കിക്കോളും എന്നാണ്. അതുവരെ ഇവിടെ ഇരിക്കാൻ സമ്മതിച്ചു. നമ്മൾ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇനി അടുത്ത ടി വരുമ്പോഴത്തേക്കും എന്താവും അവസ്ഥ എനിക്കൊരു പിടിയില്ല. കാരണം ഇവർ വേറെ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇനി അത് പെനാൽറ്റിയും തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട് മാറുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ പുള്ളിയുടെ പുറകിൽ നടന്നതാണ് സീറ്റിൻ്റെ കാര്യത്തിൽ. എനിക്ക് അറിഞ്ഞുകൂടാ. ഓ നൈസ് ബിരിയാണി. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് നല്ല റിലേഷൻ. നമുക്ക് ഹുബലി ജംഗ്ഷനിൽ 10 മിനിറ്റ് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെയും കൂടെ എത്തിയേക്കുന്നത് 2:45 ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. നമ്മുടെ സീറ്റിലെ ആള് വന്നില്ല. ഇപ്പൊ വരുമായിരിക്കും, എന്നാലും വരാനൊന്നും ഇരിക്കത്തില്ല. ഇതാണ് ഹുബലി റെയിൽവേ സ്റ്റേഷൻ. കിतने 50 50-ാണ്. തൈരാണ്. ഞാൻ ആദ്യം മേടിക്കാന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, തൈരായതുകൊണ്ട് വേറെന്തെങ്കിലും പണി കിട്ടിയാലോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. 2 रुपये തണുത്താളം വാങ്ങാം. 40 14 ही है ना? 14 है ना? 1 2 कितना हुआ? कब दे दो താങ്ക് യു. ആദ്യം 2 വെള്ളത്തിന് 40 എന്ന് പറഞ്ഞു. ഞാനപ്പോൾ 14 എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 14 എന്ന് പറഞ്ഞു. ഞാനൊരു പുലാവ് വാങ്ങി. പുലാവ് എന്ന് പറഞ്ഞാൽ വെജ് ബിരിയാണി. 70 രൂപ 80 രൂപ അങ്ങനെയൊക്കെയാണ് പുലാവിൻ്റെ റേറ്റ് വരുന്നത്, വെജ് ബിരിയാണിയുടെ റേറ്റ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ 14 രൂപ എന്നുള്ളത് ചോദിച്ച് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് വെള്ളം 14 രൂപയ്ക്ക് കിട്ടില്ല. മാത്രമേ നല്ല വൃത്തികെട്ട സ്മെല്ലടിക്കുന്നുണ്ട്. ആരും വരാതിരുന്നതിന് ഈസിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ ഹുബലിയിൽ നമുക്ക് എൻജിൻ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എൻജിൻ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻജിൻ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2:29 ആയി. 2:45 ആകുമ്പോഴേ വണ്ടി എടുക്കുന്നു. നമ്മുടെ സീറ്റിൻ്റെ ഉടമകൾ വന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് യാതൊരു ഐഡിയയില്ല. നമ്മുടെ ട്രെയിനിൻ്റെ ആണെങ്കിൽ മുമ്പ് പറഞ്ഞില്ലേ മറ്റേ എൻജിൻ ചേഞ്ച് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ട്രെയിൻ അങ്ങനെ വിട്ടേ. ഞാൻ ഒരു കാര്യം കാണാൻ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ വേൽപുരിക്ക് അരിയുവാണത് ഈ ചേട്ടന്മാർ. താഴേക്ക് കഴിഞ്ഞിടുന്നത്. ഇങ്ങനെയാണ് അവർ ഫുഡൊക്കെ കൊണ്ടുവരുന്നത്. ഇതാണ് ഞാൻ വാങ്ങിയ പുലാവ്. രാവിലെ ഒന്നും കഴിച്ചില്ല. ടിയോട് സംസാരിച്ചു. അപ്പോൾ എന്തായാലും വേളാങ്കണ്ണിയിലേക്ക് ടിക്കറ്റ് ഇല്ല. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് പുള്ളി എന്താ സ്ലീപ്പറിൽ ചെക്ക് ചെയ്താൽ ടി ഇനി ബാംഗ്ലൂരിലേ വരുള്ളൂ. ബാംഗ്ലൂർ വരെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളാം. സ്ലീപ്പറിൻ്റെ അവസ്ഥ തന്നെ ഭയങ്കര മോശമാണ്. അപ്പോൾ പിന്നെ ജനറലിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇതുവരെ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നൈറ്റ് സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. വീണ്ടും ഉറങ്ങിയിട്ടിട്ടു. അപ്പോൾ ഇവിടെ സൈഡ് ലോർ ഉണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ കുറച്ച് ആൾക്കാരുണ്ട്, അവിടേക്ക് പോയപ്പോൾ രാത്രി 10 മണിയാകുമ്പോൾ വരും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ബീരൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ വരുന്നത്. ഇപ്പുറത്തതേ ഇതാണ് ബീരൂർ സ്റ്റേഷനിൽ. നമുക്ക് 1 മിനിറ്റാണ് ഹോൾട്ട് വരുന്നത്. ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ടോ. ഇതാണ് ജംഗ്ഷൻ. 10 രൂപയുടെ ചായ ഇഡലി വടയുടെ ബഹളമാണ്. ഇഡലി വട എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. നമുക്ക് 10 മിനിറ്റ് സ്റ്റോപ്പ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആൻറ്റി ഉണ്ടല്ലോ, നമ്മുടെ കോ പാസഞ്ചർ. അപ്പോൾ ആ ആൻറ്റി നമുക്കതേ ഫുഡ് തന്ന്. പുളിസാദമാണ്. അപ്പോൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻറ്റിയുടെ
ഒരു സീറ്റ് കാലിയാണ്, ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പോൾ ആ സീറ്റിൽ കിടക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തരെ കിട്ടുന്നതും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫാമിലി ആവുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കരമായിട്ട് ഹാപ്പിയായി. നമുക്ക് ഫുഡാണെങ്കിലും വീട്ടിലുണ്ടാക്കിയ ഫുഡാണ്, എൻ്റെ ഹെൽത്ത് വെച്ചിട്ട് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡ് വരാത്തതുകൊണ്ട് ആ ഒരു സീറ്റും ഒക്കെ നമുക്ക് ഓഫർ ചെയ്തു. കൃഷ്ണരാജപുരം തവണ ചേച്ചി ഇനിയും വരുന്നതെന്നാണ് പറയുന്നത്. ആൻറ്റി ഇതേ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് ആവാം. പാക്കേജ് നോക്കണ്ട, ആൻറ്റി ഇത് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് വന്നതാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇതാണ് പുളിസാദമാണിത്, പുളിസാദം. വേറൊരു അടിപൊളി ഫിനിഷ് ചെയ്തിട്ടാണ്. നമ്മൾ ആക്ച്വലി കേരളത്തിൽ നിന്ന് ഗോവ വന്ന് ഗോവയിൽ നിന്ന് കർണാടക ത്രൂ തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 2 മിനിറ്റിൻ്റെ ഹോൾഡിന് ശേഷം നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ 8:33 ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് 9:15 വരുന്നത്. അത് ചിക്ക ബനാവര ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സീറ്റാണ് എനിക്ക് തന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മിഡിൽ ബർത്തിൽ കിടന്നൊന്ന് പോവാം. ഇനിയിപ്പം നൈറ്റ് ആയതുകൊണ്ട് കാണിക്കാനായിട്ടൊന്നുമില്ല. ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ കാണിക്കാതെ. അതൊക്കെ നൈറ്റോ. നമ്മൾ നമ്മുടെ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈറോഡ് ഇറങ്ങുകയാണ്. കാരണം നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസൽ ആയിക്കുകയാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പോയിട്ടും കാര്യമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ജേർണി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേളാങ്കണ്ണി പോയിട്ട് വേളാങ്കണ്ണി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാം. പള്ളിയിലും പോവാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഈറോഡ് ഇറങ്ങിയിട്ട് ഈറോഡിൽ നിന്ന് വേറെ ട്രെയിനില്ല. ആലപ്പുഴ ധൻബാദാണുള്ളത്. മിക്കവാറും അതിന് തന്നെ കയറി നമുക്ക് എറണാകുളത്ത് പോകേണ്ടി വരും. നമുക്ക് എന്തായാലും ഈറോഡ് എടുക്കാറായി. ഈറോഡ് ഇറങ്ങാം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. നമ്മളിപ്പം ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് റിട്ടേൺ ടിക്കറ്റും ശുശു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജേർണി പകുതിക്ക് വെച്ച് എൻഡ് ചെയ്യേണ്ടി വന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പം ആലപ്പുഴ ധൻബാദാണ് എറണാകുളത്തേക്കുള്ളത്. അത് 1 മണിക്കൂർ ലേറ്റാണ്. അതിന് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇവിടെ എന്തെങ്കിലും ഒന്ന് ഫ്രഷപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പല്ല് തേക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ വീഡിയോ. ആദ്യമായിട്ടാണ് നമ്മളൊരു ട്രെയിനിൽ കയറിയിട്ട് ജേർണി കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ ടിക്കറ്റ് ക്യാൻസലായി പോയതുകൊണ്ടാണ്. നമ്മൾ ഇതുവരെ ജനറൽ ടിക്കറ്റിലാണ് യാത്ര ചെയ്തത്. അത് എനിക്ക് തീരെ ആക്ച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ജനറൽ ടിക്കറ്റിൽ സ്ലീപ്പറിൽ കയറിയത് ഞാൻ നമ്മുടെ വാസ്കോയിൽ വെച്ച് തന്നെ ടീറ്റിമാരെല്ലാവരുടെയും അടുത്ത് പോയി സംസാരിച്ചിട്ടാണ്. അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സ്ലീപ്പറിൽ ഇരുന്നത്. പക്ഷെ ആരും വന്നില്ല. ഹുബല്ലി വരെ ഒരു ടി ഉണ്ടായിരുന്നു. പുള്ളി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയതാണ്. അതിനുശേഷം വരും എന്ന് പറഞ്ഞല്ല. അത് ഒരു ടിമാർ ഇതുവരെ വന്നിട്ടില്ല. തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ട്രെയിനായിപ്പോയി. തീരെ മീൻസ് സ്ലീപ്പറിൽ സത്യം പറഞ്ഞാൽ വരാത്തതുകൊണ്ട് ആർക്കും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ആർക്കും അറിയാത്തത് കൊണ്ടാണ്. പിന്നെ RAC കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ റിസർവേഷൻ എടുത്തവരും കുറച്ച് ബോധമുള്ളവരായതുകൊണ്ടുമാണ് അങ്ങനെ. കാരണം ഇടയ്ക്ക് വെച്ച് കുറേ പേരിങ്ങനെ കയറിയപ്പം റിസർവേഷനിലുള്ളവരവരെ ഓടിച്ചു വിട്ടത് കൊണ്ടാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഞാനിങ്ങനെ യാത്ര ചെയ്തതിൽ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം നമ്മൾ സ്ലീപ്പറിൽ റിസർവേഷൻ എടുക്കാതെ യാത്ര ചെയ്യുക എന്ന് പറയാൻ അത് തീരെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ടിയോട് സംസാരിച്ചിട്ടുമാണ് ഞാൻ കയറിയിരുന്നത്. അതിൻ്റെ ഫൈൻ വാങ്ങാൻ സാധാരണ ഫൈൻ വാങ്ങാനെങ്കിലും വരും. അതിന് പോലും മെനക്കെട്ടാരും വന്നില്ലെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. ആരും ട്രൈ ചെയ്യരുത്. ദൈവത്തെ ഓർത്താരും അതിനെ പ്രോത്സാഹിപ്പിച്ച് വിടരുത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ ജേണി. ഇനിയിപ്പം സേലത്തുനിന്ന് വീട്ടിൽ പോകുന്ന ഒരു ജേണിയാവും അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ടാറ്റാ.